ഇനിയിപ്പോൾ നമ്മുടെ DGPക്ക് അങ്ങനെ നേരിട്ടുള്ള ഒരു മേൽനോട്ട സംവിധാനം പോലീസ് സ്റ്റേഷനുകളിൽ ആവശ്യമില്ല എന്ന് തോന്നുകയാണെന്നിരിക്കട്ടെ, ഈ സംവിധാനം അപ്പാടെ അങ്ങ് അടച്ചിടുകയാണ്. ഈ പറയുന്ന റെക്കോർഡുകൾ സൂക്ഷിക്കാൻ കഴിയും, വേണ്ടി വന്നാൽ അത് വേണമെങ്കിൽ പിന്നെയും പരിശോധിക്കാൻ കഴിയും. ഇതിന്റെ ഒന്നിന്റെയും ആവശ്യമല്ലെങ്കിൽ എന്തിനായിരിക്കാം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് കോടികൾ ചെലവഴിച്ച് ഈ സംവിധാനം അധികൃതർ തുടങ്ങിയിട്ടുണ്ടാവുക? ഒരാവേശത്തിന് തുടങ്ങി മറ്റൊരാവേശത്തിന് പൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കേണ്ട, ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കേണ്ട ഒരു പ്രശ്നമാണല്ലോ ഇത്. ഇതിൽ നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്, ജനങ്ങൾക്ക് തോന്നാൻ വേണ്ടിയെങ്കിലും ഇത്തരത്തിലൊരു സംവിധാനം ആവശ്യമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളം ഏകദേശം ഗുണ്ടകളുടെ പിടിയിലായിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ ജില്ലകളിൽ നിന്നും നിങ്ങളുടെ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്ന വിഷയങ്ങൾക്കനുസരിച്ചിട്ട് ഭയത്തോടുകൂടി ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടതിന്റെ നിത്യനിദാന കർമ്മങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ ഇത്തരം ഒരു അടച്ചുപൂട്ടൽ ദൂരവ്യാപകമായിട്ടുള്ള നമ്മളിൽ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നമാണത്. ഇതുകൊണ്ട് ഇത് അടച്ചുപൂട്ടിയത് കൊണ്ട് എന്താണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊക്കെ മനസ്സിലാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പോലീസ് സേനയിലെ പരസ്പരമുള്ള ചടിവാരിയേറിയലും പരസ്പര വിശ്വാസത്തിന്റെ കുറവും ഇവർക്ക് തമ്മിലുള്ള ഈഗോയും മൂലമാണ് ഇത് അടച്ചുപൂട്ടാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇതവിടെ സ്വസ്ഥമായി പ്രവർത്തിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ കൃത്യമായിട്ട് ജോലിക്ക് വരാത്തവർക്കും പോലീസ് സ്റ്റേഷൻ തങ്ങളുടേതാണെന്ന് കരുതുന്ന ഗുണ്ടകൾക്കും ഒരു കാര്യം മനസ്സിലാക്കുക, ഗുണ്ടകൾ പോലീസുകാർക്ക് സർട്ടിഫിക്കേഷൻ അവർക്ക് നമ്മുടെ ഗുഡ് സർവീസ് എൻട്രികൾ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. പിടികൂടപ്പെടുന്ന ഗുണ്ടകളാണ് പറയുന്നത് ഇന്ന സ്റ്റേഷനിലെ SI നല്ലതാണ്, ഇന്ന സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടർ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരു കാലഘട്ടത്തിലെ ഈ ഗുണ്ടകളുമായിട്ട് അടുപ്പമുള്ള ഇത്തരം പോലീസുകാർക്ക് ഗുണ്ടകൾ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലും അവരുടെ ആധിപത്യം കാണിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലെ അത് നിരീക്ഷിക്കാൻ ഒരു സംവിധാനം തലപ്പത്തുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം പകരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ളത് സത്യത്തിൽ ഞെട്ടിക്കുന്ന കാര്യമാണ്. ഇത് പുനഃപരിശോധിക്കപ്പെടണം. ഈ സംവിധാനം അവിടെ നിലനിൽക്കുന്നത് DGPയുടെ മാത്രം ഒരു തീരുമാനത്തിൽ നിന്നുണ്ടാകാൻ കഴിയുന്ന ഒന്നാണോ? സംസ്ഥാനത്ത് നിലവിലുള്ള ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത ഒരു തീരുമാനം DGPയുടെ മാത്രം തീരുമാനത്തിൽ റദ്ദാക്കാൻ കഴിയുന്ന ഒന്നാണോ? അതിന് ഒരു ചർച്ച വേണ്ടേ? വളരെ ഗൗരവമായി ഒരു നയത്തിന്റെ ഭാഗമായി സ്വീകരിച്ചൊരു നിലപാട് അത് ചർച്ചയ്ക്ക് ശേഷമല്ലേ അത് വേണ്ട എന്ന് വെക്കാൻ പാടുള്ളൂ? ഒരു സുപ്രഭാതത്തിൽ DGPക്ക് ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മളെ വിഡ്ഢിത്തപരമായിട്ടുള്ള ഒരു ചിന്താഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാന പോലീസ് സേനയെ നിയന്ത്രിക്കുന്നത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അല്ല എന്നുള്ള തോന്നൽ ജനങ്ങളിലേക്ക് നിത്യേന ഊട്ടി ഉറപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള തീരുമാനങ്ങളാണ് ഇത്തരത്തിലുള്ളത്. അങ്ങനെ ഒരു പോലീസ് മേധാവി ഒരു തീരുമാനം എങ്ങനെയാണ് എടുക്കുക? സംസ്ഥാനത്തെ പോലീസ് മേധാവിക്ക് നിയന്ത്രണമുള്ള ഒരു ആഭ്യന്തര വകുപ്പ് കയ്യിലില്ല, ആഭ്യന്തര വകുപ്പ് മന്ത്രിയില്ലേ. നമ്മൾ പോലീസ് സേനയിലെ DGPക്കും ADGPക്കും അല്ലല്ലോ നമ്മൾ വോട്ട് ചെയ്യുന്നത്. നമ്മളെ ഭരിക്കാൻ പോകുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് ആരാണത് ഭരിക്കാൻ പോകുന്നത്? ആ രാഷ്ട്രീയ പാർട്ടിക്കും ആ രാഷ്ട്രീയ പ്രവർത്തകരെയും വിശ്വസിച്ചുകൊണ്ടല്ലേ നമ്മൾ വോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് പോലീസ് സേനയിലെ DGP മാത്രമായിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നുള്ളത് നമ്മുടെ ഒരു ചിന്താഗതി മാത്രമാണ്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് ഇത്ര സഡനായിട്ട് ഒരു 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു രാത്രി നേരം പുലരുമ്പോൾ ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് പറയാനുള്ള ബാധ്യത ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനും അതിനെ ഭരിക്കുന്ന നമ്മുടെ പറയില്ലേ MV ഗോവിന്ദനെ പോലുള്ളവരും ആ പാർട്ടിയെ നയിക്കുന്ന MV ഗോവിന്ദനെ പോലുള്ളവരും സമാധാനം പറഞ്ഞേ മതിയാകൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്.